നമസ്കാരം. എല്ലാ UK മലയാളികൾക്ക് ഗുഡ് മോർണിംഗ് UKയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ോടെ ഇംഗ്ലണ്ടിലും വെയിൽസിലും ഉൾപ്പെടെ എല്ലാ പോലീസ് സേനകളിലും പ്രത്യേക ലൈംഗിക കുറ്റങ്ങൾ അന്വേഷിക്കുന്ന വിദഗ്ധ സംഘങ്ങൾ രൂപീകരിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ ഒരു ദശകത്തിനുള്ളിൽ പകുതിയാക്കുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെ ദേശീയ അടിയന്തരാവസ്ഥയായി സർക്കാർ പ്രഖ്യാപിച്ചതായി ഹോം സെക്രട്ടറി ഷബാന മുഹമ്മദ് അറിയിച്ചു. കുറ്റവാളികളെ തുടക്കത്തിൽ തന്നെ തടയുവാനും ഇരകൾക്ക് നീതി ഉറപ്പാക്കുവാനും ഈ നടപടികൾ സഹായിക്കുമെന്ന് അവർ പറഞ്ഞു. പദ്ധതിയുടെ ഭാഗമായി ഗാർഹിക പീഡന സംരക്ഷണ ഉത്തരവുകൾ രാജ്യവ്യാപകമായി നടപ്പാക്കും. നിലവിൽ 50%-ലധികം പോലീസ് സേനകളിൽ ഇത്തരം പ്രത്യേക സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും 2029 എല്ലാ സേനകളിലും ഇവ നിർബന്ധമാക്കുമെന്നും സർക്കാർ അറിയിച്ചു. കൂടാതെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരെ ഓൺലൈൻ അതിക്രമങ്ങൾ കണ്ടെത്തുവാൻ രഹസ്യ പോലീസ് യൂണിറ്റുകൾക്കും പ്രത്യേക ധനസഹായം നൽകും. അടുത്ത ആഴ്ച നടത്താനിരിക്കുന്ന റെസിഡന്റ് ഡോക്ടർമാരുടെ സമരത്തെക്കുറിച്ചുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നതിനിടെ നിലവിലെ ഫ്ലൂ പടർച്ചയെക്കുറിച്ച് പൊതുജനങ്ങളിൽ ഭീതി പരത്തുന്നത് ഒഴിവാക്കണമെന്ന് ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകി. ആശുപത്രികളിൽ ഫ്ലൂ ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നതും വരാനിരിക്കുന്ന ഡോക്ടർമാരുടെ സമരവും NHS നേരിടുന്ന ഇരട്ട പ്രതിസന്ധിയാണെന്ന് കഴിഞ്ഞ ദിവസം ആരോഗ്യ സെക്രട്ടറി പറഞ്ഞതിനു പിന്നാലെയാണ് BMAയുടെ പ്രതികരണം. ഫ്ലൂ പകർച്ച സംഘടന ചെറുതായി കാണുന്നില്ലെങ്കിലും NHS രോഗികളെ പരിചരിക്കാൻ കഴിയില്ലെന്ന ധാരണ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ആരോഗ്യ സെക്രട്ടറി നടത്തരുതെന്നും BMA റെസിഡന്റ് ഡോക്ടേഴ്സ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ജാക്ക് ഫ്ലെച്ചർ പറഞ്ഞു. സർക്കാർ മുന്നോട്ടുവെച്ച കരാർ അംഗീകരിക്കണമോ എന്ന കാര്യത്തിൽ BMA അംഗങ്ങളുടെ വോട്ടെടുപ്പ് ഫലം നാളെ പ്രഖ്യാപിക്കും. സർക്കാർ മുന്നോട്ടുവെച്ച കരാർ ഡോക്ടർമാർ നിരസിച്ചാൽ ബുധനാഴ്ച മുതൽ 5 ദിവസത്തെ സമരം ആരംഭിക്കും. അടുത്ത വർഷം മുതൽ സ്പെഷ്യാലിറ്റി ട്രെയിനിംഗ് ജോലികളിൽ ബ്രിട്ടീഷ് മെഡിക്കൽ ബിരുദധാരികൾക്ക് മുൻഗണന നൽകുന്ന നിയമനിർമ്മാണവും പരീക്ഷാ ഫീസ് പോലെയുള്ള പരിശീലന ചെലവുകൾ വഹിക്കുന്നതുമാണ് സർക്കാർ വാഗ്ദാനം ചെയ്ത കരാറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ശമ്പള വർധനവ് ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല. ഗ്രൻഫെൽ ടവർ പൊളിക്കുന്നതിനിടെ ദുരന്തത്തിന്റെ ഓർമ്മ നിലനിർത്തുന്നതിനായി കെട്ടിടം രാത്രിയിൽ പ്രകാശിപ്പിക്കുമെന്ന് സർക്കാർ അറിയിച്ചു. ടവറിന്റെ 4 കോണുകളിൽ നിന്നായി മുകളിലേക്ക് പ്രകാശകിരണങ്ങൾ പ്രൊജക്ട് ചെയ്യും. തീപിടുത്തത്തിന്റെ വാർഷിക ദിനങ്ങളിൽ 72 പച്ച ലൈറ്റുകളും തെളിയിക്കും. ലൈറ്റിംഗ് സംവിധാനം ഇന്നലെ പരീക്ഷിച്ചിരുന്നു. ഇന്നു മുതൽ പൂർണ്ണമായി പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യും. എന്നാൽ ദുരന്തത്തിൽ മരിച്ചവരുടെ ബന്ധുക്കളെ പ്രതിനിധീകരിക്കുന്ന ഒരു വിഭാഗം ഇത് PR സ്റ്റണ്ട് ആണെന്ന് വിമർശിച്ചു. അതേസമയം ക്രിമിനൽ നടപടികൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഗ്രൻഫെൽ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മായാതിരിക്കുവാനുള്ള ശ്രമം അത്യാവശ്യമാണെന്ന് മറ്റൊരു സംഘവും വ്യക്തമാക്കി. ഗ്രൻഫെൽ ടവർ പൊളിക്കുന്നതിനുള്ള ജോലികൾ ഈ വർഷം ആദ്യം തന്നെ ആരംഭിച്ചിരുന്നു. സൌത്ത് വെയിൽസിലെ കാർഫിലി കൌണ്ടിയിലെ നൻസറി ഫിയോൺ ഫാവറിൽ ഒരു വീടിന്റെ പൂന്തോട്ടത്തിലുണ്ടായ സ്ഫോടനത്തെ തുടർന്ന് വീടിനെ തീപിടിച്ച് 2 പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. ശനിയാഴ്ച വൈകിട്ട് ഏകദേശം 6:10 തീപിടുത്തത്തെക്കുറിച്ച് സൌത്ത് വെയിൽസ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന് വിവരം ലഭിച്ചത്. അഗ്നിശമന സേന ഉടൻ തന്നെ സ്ഥലത്തെത്തിയെങ്കിലും 2 പേരെയും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ട രീതിയിൽ കണ്ടെത്തുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. സ്ഫോടനത്തിന്റെ കാരണം വ്യക്തമല്ലെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു. സംഭവത്തെ തുടർന്ന് സമീപത്തുള്ള ടൈലേഴ്സ് ആംസ് പബ് താൽക്കാലികമായി അടച്ചിട്ടു. കൌണ്ടി ഡർഹാമിലെ ഷോട്ടൺ കോളിയറിൽ 10 വർഷത്തിലേറെയായി നിലനിന്നിരുന്ന ക്രിസ്മസ് ട്രീ വെട്ടിമാറ്റിയ സംഭവത്തിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ക്രിസ്തുമസ് ലൈറ്റുകൾ തെളിയിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷം ബുധനാഴ്ച രാത്രി 10-നും 11-നും ഇടയിലാണ് മരം വെട്ടിമാറ്റിയത്. 26 വയസ്സുള്ള യുവാവിനെ ക്രിമിനൽ നാശനഷ്ട കുറ്റം ചുമത്തി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 23 വയസ്സുള്ള മറ്റൊരാളെ അറസ്റ്റ് ചെയ്തെങ്കിലും പിന്നീട് വിട്ടയച്ചു. 1-ാം ലോക മഹായുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികരെ അനുസ്മരിച്ചാണ് ഈ മരം സ്ഥാപിച്ചതെന്ന് ഷോട്ടൺ റെസിഡൻസ് അസോസിയേഷൻ ചെയർ സ്റ്റീവ് മെയ്റ്റ്ലാൻഡ് വ്യക്തമാക്കി. ലെസ്റ്റർഷെയറിലെ A46 റോഡിലുണ്ടായ വാഹനാപകടത്തിൽ 3 പേർ മരിച്ച സംഭവത്തിൽ ഒരു സ്ത്രീയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ശനിയാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് ഡ്രസിംഗ്ടൺ സൈൽബി ഇടയിൽ വാഹനാപകടമുണ്ടായത്. നോട്ടിംഗ്ഹാമിൽ നിന്ന് സൌത്ത് ഭാഗത്തേക്ക് പോവുകയായിരുന്ന നീലനിറത്തിലുള്ള BMW 5 സീരീസ് കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടകരമായ ഡ്രൈവിംഗ് മൂലമാണ് അപകടം സംഭവിച്ചെന്ന സംശയത്തിലാണ് 37 വയസ്സുള്ള സ്ത്രീയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. കാറിലുണ്ടായിരുന്ന 4ാമത്തെ വ്യക്തിയാണ് അപകടത്തെക്കുറിച്ച് അറിയിച്ചതെന്നും അയാൾക്ക് നിസാര പരിക്കേറ്റിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു.
കലാഭവൻ ലണ്ടൻ ഫെബ്രുവരിയിൽ ദ്വിദിന സിനിമാ അഭിനയ പരിശീലന കളരി സംഘടിപ്പിക്കുന്നു. സംവിധായകൻ ലാൽ ജോസിന്റെ നേതൃത്വത്തിൽ സംവിധായകൻ, ക്യാമറാമാൻ, തിരക്കഥാകൃത്ത്, അഭിനയ പരിശീലകൻ, കാസ്റ്റിംഗ് ഡയറക്ടർ എന്നിവരടങ്ങുന്ന വിദഗ്ധ ടീമാണ് പരിശീലനം നൽകുന്നത്. ഇത്തരം പരിശീലന കളരികളിലൂടെ സിനിമാ രംഗത്തേക്ക് അഭിനയശേഷിയും കഴിവുമുള്ള പ്രതിഭകളെ കണ്ടെത്തുകയാണ് ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി പ്രതിഭകളായ കുട്ടികളെ കണ്ടെത്തുന്നതിനായി ക്രിയേറ്റീവ് ടാലന്റ് ആൻഡ് ഫാഷൻ ഷോ സൂപ്പർ സ്റ്റാർ കിഡ്സ് ജനുവരി 3 കാംബ്രിയൻ സ്കൂൾ ഹോൺ ചർച്ചിൽ സംഘടിപ്പിക്കുന്നു. 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, 13 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ എന്നിങ്ങനെയാണ് പ്രായവിഭാഗം. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ഉടൻ തന്നെ പേരുകൾ രജിസ്റ്റർ ചെയ്യണമെന്ന് സംഘാടകർ അറിയിച്ചു. മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക പരിശീലനം നൽകുന്നതായിരിക്കും. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF തരംഗം. സംസ്ഥാനത്ത് ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും UDF വലിയ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത്. ആകെയുള്ള 941 ഗ്രാമപഞ്ചായത്തുകളിൽ 505 UDF മുന്നേറ്റം. 341 ഗ്രാമപഞ്ചായത്തുകളിലാണ് LDFന് മുന്നേറ്റം നടത്താനായത്. 26 ഗ്രാമപഞ്ചായത്തുകളിൽ BJPയും ശക്തി തെളിയിച്ചു. ആകെയുള്ള 86 മുനിസിപ്പാലിറ്റികളിൽ 54 UDFും 28 LDFുമാണ് നേട്ടമുണ്ടാക്കിയത്. 2 മുനിസിപ്പാലിറ്റികളിൽ BJP നേട്ടമുണ്ടാക്കി. ആകെയുള്ള 6 കോർപ്പറേഷനുകളിൽ 4 UDFും 1 LDFും 1 NDAയുമാണ് നേട്ടമുണ്ടാക്കിയത്. ബ്ലോക്ക് പഞ്ചായത്തിലും UDF തന്നെയാണ് നേട്ടമുണ്ടാക്കിയിട്ടുള്ളത്. ആകെയുള്ള 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ UDF 78, LDF 64 എന്നിങ്ങനെയാണ് മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തുകളിൽ 7 വീതം നേടി ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നടത്തിയ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച MM മണി. വോട്ടർമാരെ അധിക്ഷേപിക്കുന്ന തരത്തിൽ നടത്തിയ പരാമർശത്തിൽ ഖേദിക്കുന്നതായി അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സംസ്ഥാനത്ത് ഉൾപ്പെടെ ക്ഷേമപ്രവർത്തനം നടത്തിയിട്ടും ഇങ്ങനെയൊരു ജനവിധി വന്നതിൽ പ്രതികരിച്ചു പോയതാണ്. അത്തരത്തിൽ പ്രതികരിക്കേണ്ട കാര്യമില്ലായിരുന്നുവെന്നും അദ്ദേഹം വിശദീകരിച്ചു. കണ്ണൂരിൽ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ വടിവാൾ വീശിയ സംഭവത്തിൽ 60ഓളം CPIM പ്രവർത്തകർക്കെതിരെ കേസെടുത്ത പോലീസ്. വടിവാൾ പ്രകടനവും അതിക്രമവും നടത്തിയതിനാണ് കേസ്. ഇന്നലെ വൈകിട്ട് പാറാട്ട് നടന്ന ആക്രമണത്തിലാണ് നടപടി. വോട്ട് ചോരി വീണ്ടും സജീവമാക്കുവാൻ കോൺഗ്രസ്. ഡൽഹി രാംലീല മൈതാനത്ത് വോട്ട് ചോരിയിൽ പാർട്ടി ഇന്ന് കൂറ്റൻ റാലി നടത്തും. കോൺഗ്രസിലെ പ്രധാന നേതാക്കളെല്ലാം പങ്കെടുക്കുന്ന പരിപാടിയിൽ രാജ്യത്തെ 5.5 കോടി ജനങ്ങളിൽ നിന്ന് ശേഖരിച്ച ഒപ്പ് രാഷ്ട്രപതിക്ക് കൈമാറും. സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലെ ലയൺ മെസ്സിയുടെ സന്ദർശനത്തിന് പിന്നാലെയുണ്ടായ അനിഷ്ട സംഭവങ്ങളിൽ മാപ്പ് പറഞ്ഞ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചതെന്നും അർജന്റീന സൂപ്പർ താരം ലയൺ മെസ്സിയോടും ആരാധകരോടും മാപ്പ് ചോദിക്കുന്നതായും മമത പറഞ്ഞു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.